रसूल सलाम अलैकुम या हबीब सलाम अलैकुम सलावतुल्लाह अलैकुम या नबी सलाम अलैकुम या रसूल सलाम अलैकुम या हबीब सलाम अलैकुम सलावतुल्लाह अलैकुम. മദീന മലർവാടിയിൽ ഈ ഉമ്മത്തിനു നോക്കി നിത്യപൗർണമിയെ പോലും പിന്നിലാക്കുന്ന വിധത്തിൽ പുഞ്ചിരി തൂകിക്കൊണ്ട് അന്ത്യവിശ്രമം കൊള്ളുന്ന ഞങ്ങളുടെ പുന്നാര നബിയെ, അങ്ങയുടെ അനുഗ്രഹീതമായ വരവിൽ സന്തോഷിക്കാത്ത ഒരു വസ്തുവുമില്ലല്ലോ. ഹബീബേ, അങ്ങയുടെ വിശുദ്ധ ജന്മദിനത്തിൽ ഞങ്ങളും ആ സന്തോഷത്തിൽ പങ്കുചേരുന്നു, ആനന്ദം കൊള്ളുന്നു, 1000 സലാത്തുകൾ അർപ്പിക്കുന്നു. സയ്യിദി ഹബീബി മൗലായി ലക റൂഹി ഫിദാ സലാമുൻ അലൈക. സയ്യിദി ഹബീബി മൗലായി ലക കുല്ലും ഫിദാ സലാമുൻ അലൈക. യാ റസൂലുള്ളാഹ്, യാ നബിയുള്ളാഹ്, യാ നൂറുള്ളാഹ്, താങ്കൾ മക്കാദേശം വിട്ടു മദീന മലർവാടിയിലേക്ക് ഹിജ്റ ചെയ്ത ദിനത്തിൽ മനം നൊന്ത് കരഞ്ഞ കഅബാലയവും പുണ്യം നിറഞ്ഞ ഹജറുൽ അസ്വദും മക്കാം ഇബ്രാഹീമും സഫാ മർവ പർവ്വതങ്ങളും ഞങ്ങൾക്കെന്നും മാതൃകയാണ് പുന്നാര നബിയെ. യാ വലിയൽ ഹസനാതി യാ റഫീഅദ് ദറജാതി കഫിറൻ അന്നി واغفرا لي سيئاتي يا نبي سلام عليكم يا رسول سلام عليكم يا حبيب سلام عليكم صلوات الله അങ്ങയെ കാണാൻ ഭാഗ്യം ലഭിക്കാത്ത ഞങ്ങൾ അങ്ങയെ കാണാൻ കൊതിക്കുന്നു നബിയെ. യാ റസൂലുള്ളാഹ്, തിരുദർശനം ഈ സാധുക്കൾക്ക് തരുന്നതിനായി അങ്ങയുടെ ജന്മസുദിനത്തിൽ മനം നൊന്ത് അങ്ങേയ്ക്കായി 1000 സ്വലാത്തുകളും സ്വലാമുകളും ഞങ്ങൾ അർപ്പിക്കുന്നു. യാ ശഫീഉൽ വറാ സലാമുൻ അലൈക യാ നബിയൽ ഹുദാ സലാമുൻ അലൈക യാ ശഫീഉൽ വറാ സലാമുൻ അലൈക യാ നബിയൽ ഹുദാ സലാമുൻ അലൈക. അവിശ്വാസമെന്ന ഇരുട്ടിനന്ത്യം കുറിക്കാൻ മക്കയുടെ വിരിമാറിൽ ഇസ്ലാമിന്റെ പ്രകാശപൂരിത സന്ദേശവുമായി അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം അൽ അമീനായ മുത്തുനബി ഉദയം ചെയ്ത പുണ്യ റബീഉൽ അവ്വൽ 12-ന് ദാറുൽ ഉലൂം അൽ ഹിൽരിയ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയുടെ 1000 നബിദിനാശംസകളും 1000 സ്വലാത്തുകളും. സല്ലല്ലാഹു അലാ നൂറുല്ലദീ ദഹറാ ജനാബി ശഹരി റബീഉൽ അവ്വൽ ഇസ്തഖറാ. പ്രിയപ്പെട്ട മക്കളെ, ഒന്ന് ചിന്തിക്കൂ. കല്ലുകൾ കഥ പറഞ്ഞ ഒരു നബി നമുക്കുണ്ട്. ഹജറും ഷജറും മര്യാദ കാട്ടിയ ഒരു നബി നമുക്കുണ്ട്.
കാട്ടരുവികളും കാനനവും കഥ പറയുന്ന ഒരു നായകൻ നമുക്കുണ്ട്. മാൻപേടയും വെൺമിഴാവും ആവലാതി ബോധിപ്പിച്ച ഒരു കാരുണ്യദീപം നമുക്കുണ്ട്. ഓർക്കൂ മക്കളെ, ഓമനിക്കൂ മക്കളെ, ഒന്നിച്ചു പറയൂ ആ ഹബീബിന്റെ പേരിൽ 1000 സ്വലാത്തുകൾ. ألف ألف صلاة وألف ألف سلام عليك يا سيدي يا رسول الله. ألف ألف صلاة وألف ألف سلام عليك يا خاتم الأنبياء والمرسلين. ഫലസ്തീനിലെ മുസ്ലിം മക്കൾ നീതിക്കുവേണ്ടി പോരാടുമ്പോൾ അനീതിയുടെ കോട്ടകൊത്തളങ്ങളെ തച്ചുടച്ച പ്രവാചക പ്രഭുവിന്റെ നീതിയുടെയും നിഷ്ഠയുടെയും ഭരണം ഒന്നു ചിന്തിക്കൂ മാനവ സമൂഹമേ. ഈ ഉമ്മത്തിന്റെ ഹിമ്മത്തിനു വേണ്ടി നമുക്കൊന്നിച്ചു പോരാടാം. വരൂ മക്കളെ, മുത്തുനബിയുടെ മദീന എന്ന പനിനീർ പാതയിലൂടെ കടന്നുവരൂ മക്കളെ. يا مصطفى يا مرتضى يا سندي يا سيدي يا شفيعي خذ بيدي. يا مصطفى يا مرتضى يا سندي. ഇസ്രായേൽ എന്ന ധിക്കാരി വർഗത്തിന്റെ താണ്ഡവങ്ങൾക്കെതിരെ ധീരമായി പോരാടുവാൻ ഫലസ്തീനിലെ പിഞ്ചോമനകൾക്ക് സധൈര്യം മുത്തുനബിയുടെ മേൽ സ്വലാത്തും സലാമും അർപ്പിക്കുവാനുള്ള സാഹചര്യം സൃഷ്ടിക്കുവാനായി നമുക്കണിചേരാം മക്കളെ. ഉമ്മത്തിന്റെ ദുരിതം കണ്ട് മനം നൊന്ത് കഴിയുന്ന നമ്മുടെ ഹബീബിനെ സന്തോഷിപ്പിക്കുവാൻ നമുക്കൊന്നാകാം മക്കളെ. മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിമീ. ബദർ നൽകിയ പാഠം, ഉഹദ് നൽകിയ പാഠം നാം മറക്കരുത് മക്കളെ. ഹംസത്തുൽ ഖറാറിന്റെ മാതൃക ഇന്നിന്റെ മക്കളെ നമ്മിൽ വിടരണം. ബദരീങ്ങളുടെ ധൈര്യം നാം ചൂടണം. ഹുനൈനയുടെ പോർക്കളം നാം ഓർക്കണം. ഖന്തക്കിന്റെ പട്ടിണി ബാധിച്ച ഫലസ്തീൻ മക്കളുടെ കണ്ണുനീർ നാം ഒപ്പണം മക്കളെ. അണിചേരൂ, അണിചേരൂ, തിരുനബിയുടെ സമുദായത്തിൽ അഭിമാനത്തോടെ അണിചേരൂ. فإن فضل رسول الله ليس له عد فيعرب عنه ناطق بفمي. مولاي صل وسلم دائما أبدا على حبيبك خير الخلق كلهم. വിജയത്തിന്റെ രാജവീഥി, മദീനയിലേക്കുള്ള രാജവീഥി, മിഅ്റാജ് പോയ മഹാരാജന്റെ മഹനീയ സദ്ഗുണങ്ങളെ വാഴ്ത്തിക്കൊണ്ടും മുത്തുക്കുട പിടിച്ചുകൊണ്ട് കടന്നുവരുന്ന
ഞങ്ങൾ ഓർക്കുന്നു മദീനാവാസികൾ മതിവരുവോളം മധുനുകർന്നു പാടിയ ദഫുകളുടെ മനോഹര ശബ്ദത്തിലും നെഞ്ചിൽ വഞ്ചനയില്ലാത്ത പിഞ്ചോമനകളുടെ പദസഞ്ചയനം കാണുമ്പോഴും പണ്ടൊരു നാൾ മദീനയിലേക്ക് പലായനം ചെയ്ത ഹബീബിനെ സ്വീകരിക്കുവാൻ വഴിയോരങ്ങളെ ധന്യമാക്കിക്കൊണ്ട് അണിഞ്ഞൊരുങ്ങി നിന്ന് മധുരഗീതം മുഴക്കിയ മദീന മക്കളെ ഓർത്തുപോകുന്നു. شكروا علينا ما دعا لله هدائي يا رسول الله يا حبيب الله يا رسول الله يا حبيب الله. طلع البدر علينا من ثنيات الوداع وجب شكر علينا ما دعا لله داعي يا رسول الله يا حبيب الله يا رسول الله يا حبيب الله. ഈന്തപ്പനകളും ഓലകളും അതിന്റെ പൂവും കായ്കനികളും അതിൽ നൃത്തം ചെയ്തുകൊണ്ടിരിക്കുന്ന തേൻ തുമ്പികളും മുത്തുനബിയുടെ വരവിൽ ആഹ്ലാദഭരിതരായി ആനന്ദത്തോടുകൂടി സലാത്തുകളും സലാമുകളും ഒന്നിച്ചു പാടി. ആ തിരുഗുരുനബിയുടെ ജന്മസുദിനത്തിൽ നമുക്കും ഒന്നിച്ച് 1000 മദ്ഹുകൾ പാടാം. വരൂ മക്കളെ, പിച്ചവച്ചു വരൂ മക്കളെ, മെച്ചമുള്ള സ്വലാത്തുകൾ ഉരുവിടൂ മക്കളെ. الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله. ഈ മഹത്തായ സൽക്കർമ്മത്തിൽ പങ്കാളികളായ എല്ലാ മാന്യജനങ്ങൾക്കും ഷെയ്ഖ് അൽ റിഫായി മെമ്മോറിയൽ ചാരിറ്റബിൾ ആൻഡ് എഡ്യൂക്കേഷണൽ ട്രസ്റ്റിന്റെ 1000 അഭിനന്ദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിക്കട്ടെ. ഒപ്പം സലാം പറയട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ക്രിസ്താബ്ദം 571. ചരിത്രത്തിന് മറക്കാനാവാത്ത വർഷം. തിരുപ്പിറവിയുടെ വിസ്മയങ്ങൾ ദർശിച്ച വർഷം. സയ്യിദുന മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ. ക്രിസ്താബ്ദം 571 ഏപ്രിൽ 23 റബീഉൽ അവൽ 12 തിങ്കളാഴ്ച. മക്കയിൽ ബൈത്ത് അബീ ത്വാലിബിൽ ജനിച്ചിട്ട് ഇന്ന് 1489 വർഷം തികഞ്ഞിരിക്കുന്നു. ആ തിരുപ്പിറവിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ടുള്ള നബിദിന ഘോഷയാത്രയാണ് ഈ രാജവീതിയെ ധന്യമാക്കിക്കൊണ്ട് ഇതുവഴി കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അണിചേരുക, ആനന്ദിക്കുക, ആശീർവദിക്കുക. ഖുലൂ തക്ബീർ, ഖുലൂ തക്ബീർ. فجد يا رسول الله منك برحمتي لعبد أسير بذنوب مسربل.
അനന്തകോടി അംലാക്കുകളുടെ പുണ്യപാദസ്പർശനം കൊണ്ട് അനുഗ്രഹീതമായ ഈ പ്രപഞ്ചത്തിന്റെ പറുദീസയായ മദീന മലർവാടിയിൽ ദൈനംദിന ദർശനത്തിനെത്തുന്ന പതിനായിരക്കണക്കിന് വിശ്വാസികൾക്ക് ആശ്വാസമേകിക്കൊണ്ട് പൂനിലാവ് പോലെ പുഞ്ചിരി തൂക്കിക്കൊണ്ട് കഴിയുന്ന നിത്യ പൗർണമിയായ ആഗോള പ്രവാചകനായി അവതരിച്ച ലോകനായകനായ അഷ്റഫുൽ ഖൽഖ് ഷഫീഉൽ വറ മുഹമ്മദ് മുസ്തഫ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 1489 ജന്മദിനത്തോടനുബന്ധിച്ച് തൊളിക്കോട് ദാറുൽ ഉലൂം അൽ റഷീദിയ അറബിക് മദ്രസയിലെ പിഞ്ചോമനകളും രക്ഷകർത്താക്കളും ഉസ്താദുമാരും അഭ്യുദയകാംക്ഷികളും ഒന്നിച്ചണിനിരക്കുന്ന വർണ്ണശബളമായ നയനമനോഹരമായ കർണാനന്ദകരമായ നബിദിന റാലിയാണ് ഈ രാജവീഥിയെ പുളകമണിയിച്ചുകൊണ്ട് കടന്നുവരുന്നത്. അണിചേരുക, ആനന്ദിക്കുക, ആശീർവദിക്കുക, അഭിനന്ദിക്കുക. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സർവജനങ്ങൾക്കും കൃപയോടുകൂടി ഗുണം ചെയ്തുകൊണ്ടും ഔദാര്യം മുഖേന ആലങ്കൃതനായിക്കൊണ്ടും ലോകത്തിനനുഗ്രഹിയായിക്കൊണ്ടും സമാഗതരായിട്ടുള്ള പ്രവാചക പ്രഭുവിന്റെ ജന്മസുദിനത്തിൽ നമുക്കൊന്നായിക്കൊണ്ടും മദ്ഹ് പാടാം. ഹുവൽ ഹബീബുല്ലദീ തുർജാ ശഫാഅതുഹു ലികുല്ലി ഹൗലിൻ മിനൽ അഹ്വാലി മുഖ്തഹിമി. മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. സത്യനിഷേധത്തിന്റെ അടിത്തറ നബിയുനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തകർത്ത് തരിപ്പണമാക്കുകയും അനന്തരം ഹബീബിന്റെ മാർഗദർശനം മുഖേന ദുർമാർഗത്തിന്റെ നേതാക്കൾ അനുഗ്രഹീതരായി മാറുകയും ചെയ്തു. ഇത് ലോകത്തിന് നിഷേധിക്കാനാവാത്ത നഗ്നസത്യമല്ലേ മക്കളെ? നമുക്കും ആ നൂറായ നബിയോട് നാറായ തീക്കുണ്ഠത്തിൽ നിന്നും നമ്മെ രക്ഷിക്കുവാൻ യാചിക്കാം, അപേക്ഷിക്കാം. الشفاعة هب لنا في القيامة مشفقا وأهلنا إن ضاع يا سيدي خير النبي يا سيدي خير النبي. പ്രവാചക സ്നേഹികളെ, സൃഷ്ടികളിൽ നിന്നും ഒരാൾ ഇഷ്ടപ്പെടുന്നതിൽ ഏറ്റവും കൂടുതലായി ഇഷ്ടപ്പെടുന്നത് ഉത്കൃഷ്ടരായ ഹബീബായ അൽ അമീനായ മുത്തു മുഹമ്മദ് റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ആയിരുന്നാൽ മഹത്തായ സൗഭാഗ്യവും നാളത്തെ വിജയവും നരകശിക്ഷയിൽ നിന്നും സുരക്ഷിതമായ നിർഭയത്വവും അവനു ലഭ്യമാകുന്നതാണ്. ഈ പുണ്യപദവിക്കായി ഈ പുണ്യനാളിൽ നാം ഒന്നായി പ്രവർത്തിക്കണം. അതിനായി നമുക്ക് പ്രതിജ്ഞ ചെയ്യാം, യത്നിക്കാം.